എക്സാമിന് ഈ ക്വാണ്ടം മെക്കാനിക്സിലെ നാനോ ടെക്നോളജി എന്ന് പറഞ്ഞ മൊഡ്യൂള് എന്ത് ചെയ്യും? എഴുതാൻ പറ്റൂല, അങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മൊഡ്യൂളിൽ വരുന്ന എസ്, അതായത് ഇപ്പം 2, 3, ഒരു 4, കൂടിപ്പോൾ ഒരു 5 എസ് വരുള്ളൂ. ഒരു 4 എസ് ഉണ്ടാവും. അതായത് 2 ഡെറിവേഷൻസും പിന്നെ നാനോ ടെക്നോളജിയിലെ കൂടിപ്പോയ 2 എസ് അതിൽ വരാൻ ചാൻസ് ഉള്ളൂ. സോ അത് ഞാൻ റിട്ടേൺ ആയിട്ട് നിങ്ങൾക്ക് നോട്ട് തരും. അതായത് ഞാൻ എഴുതിയിട്ട് PDF വരായിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അയച്ചു തരും. സോ അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. സോ എന്താണ് എഴുതേണ്ടതെന്നുള്ള കാര്യമൊക്കെ സെറ്റാക്കി തരും. പിന്നെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ ക്വാണ്ടം മെക്കാനിക്സ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ഒക്കെ ശരിക്കും വായിച്ചു നോക്കുക. വായിക്കുന്നവർക്ക് എന്തായാലും മനസ്സിലാവും, കാരണം സിമ്പിൾ ആയിട്ടുള്ള നിങ്ങളുടെ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു അവർ നമ്മൾ പഠിക്കാൻ പോകുന്ന ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് നെയിം ഈസ് 1 ഡയമെൻഷണൽ ഇൻഫിനിറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ. സോ വളരെ വലിയൊരു പേരാണ്. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്. അസ്യൂം ദാറ്റ് എ പാർട്ടിക്കിൾ ഈസ് ട്രാപ്ഡ് ഇൻസൈഡ് ദ ബോക്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ട് വെൽ എന്ന് പറഞ്ഞാൽ എന്താ ഇംഗ്ലീഷിൽ? വാട്ട് യു മീൻ ബൈ വെൽ? Ashwin, the devil gaming, what is well? ഇംഗ്ലീഷിൽ വെൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വാട്ട് യു മീൻ ബൈ വെൽ? കിണറല്ലേ? അതെ, കിണർ. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. വെൽ എന്ന് പറഞ്ഞാൽ കിണർ. ഉദാഹരണത്തിന് ഒരാൾ കിണറിൽ വീണ് കഴിഞ്ഞാൽ ഈസ് ട്രാപ്ഡ്. നമ്മൾ കിണറിൽ വീണ് കഴിഞ്ഞാൽ, ഒരു വെല്ലിൽ വീണ് കഴിഞ്ഞു, നമ്മൾ ട്രാപ്ഡ് ആയില്ലേ? നമുക്ക് ഒറ്റയ്ക്ക് കയറാൻ പറ്റും മുകളിലോട്ട്? ഇല്ല. അതുപോലെ തന്നെ assume a particle is fallen or trapped inside a potential well. ഒരു ചെറിയ പാർട്ടിക്കിൾ, ടേക്ക് ആൻ എക്സാമ്പിൾ, an electron or a proton അല്ലെങ്കിൽ ഒരു ന്യൂട്രോൺ ഒരു പൊട്ടൻഷ്യൽ വെല്ലിൽ ട്രാപ്ഡ് ആയി. ദാറ്റ് മീൻസ് ഹിയർ I shown a potential well. ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു പൊട്ടൻഷ്യൽ. ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഒരു പൊട്ടൻഷ്യൽ വെല്ലാണ്. Assume that a particle, that means 1 electron, is trapped inside this potential well. അതായത് ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു ന്യൂട്രോൺ. ദാറ്റ് മീൻസ് എ പാർട്ടിക്കിൾ വിത്ത് മാസ് m is trapped. ഈ ഒരു വെല്ലിൽ കൺഫൈൻഡ് ആയിപ്പോയി, ട്രാപ്ഡ് ആയിപ്പോയി. ദാറ്റ് മീൻസ് ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്തു, ഈ പൊട്ടൻഷ്യൽ ബാരിയർ മറികടക്കാൻ ഇലക്ട്രോൺ പറ്റില്ല. ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്തു, റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തു, ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തു, ഈ പൊട്ടൻഷ്യൽ ബാരിയർ മറികടക്കാൻ ഇലക്ട്രോണിന് പറ്റൂല. സോ ഇറ്റ് ഈസ് സീം ദാറ്റ് this electron അല്ലെങ്കിൽ a particle is trapped inside this well. Now the motion of particle അല്ലെങ്കിൽ characteristics of this particle is determined by laws of quantum mechanics. So ഈ പാർട്ടിക്കിളിന്റെ ലോസ്, ഈ പാർട്ടിക്കിളിന്റെ പ്രോപ്പർട്ടീസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കണം. ഇതൊരു ക്വാണ്ടം പാർട്ടിക്കിൾ ആണ്. ദാറ്റ് മീൻസ് സൈസ് ആൻഡ് മാസ് ഈസ് വെരി ലോ. ഇലക്ട്രോൺ പോലുള്ള സബ് ആറ്റോമിക് പാർട്ടിക്കിൾ ആണ്. അതുകൊണ്ട് അതിന്റെ പ്രശ്നം എന്താ? We can use classical mechanics. നമുക്ക് classical mechanics യൂസ് ചെയ്യാൻ പറ്റില്ല. We can only use quantum mechanics. So what is the fundamental equation in quantum mechanics in order to determine the characteristics or the properties of a particle? ഒരു പാർട്ടിക്കിളിന്റെ പ്രോപ്പർട്ടീസ് ഡിറ്റർമൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസിന്റെ വേരിയേഷൻ നമ്മളോട് പറയുന്ന, പ്രസന്റ് ചെയ്യുന്ന മെയിൻ ഫണ്ടമെന്റൽ ഇക്വേഷൻ ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ഏതായിരുന്നു? നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ അതാണ് പഠിച്ചത്. Which one is that? That is Schrodinger's equation. So assume that our particle have the wave function psi. So assume ചെയ്യുക, നമ്മുടെ പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ psi ആണെന്ന് വിചാരിക്കുക. സോ psi വേവ് ഫംഗ്ഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. ആ മാത്തമാറ്റിക്കൽ ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് ആ പാർട്ടിക്കിളിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. സോ assume that psi
is the wave function of this particle, which is trapped inside this square well potential. Now, psi ആണെങ്കിൽ wave function എങ്കിൽ we can apply one-dimensional Schrodinger's equation. So, ന്യൂട്ടൺ സെക്കൻഡിലോ ഒരു ക്ലാസിക്കൽ പാർട്ടിക്കിളിന് അപ്ലൈ ചെയ്യുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്ന ക്വാണ്ടം പാർട്ടിക്കിളിന്റെ കേസിൽ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം, അപ്ലൈയിങ് വൺ-ഡയമെൻഷണൽ സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ. സോ ദിസ് ഈസ് ടൈം ഇൻഡിപെൻഡന്റ് വൺ-ഡയമെൻഷണൽ സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ടൈം ഇൻഡിപെൻഡന്റ് സ്ക്രോഡിഞ്ചേഴ്സ് equation ആണ്. So what is psi? This equation shows the variation of psi. So the Schrodinger's time independent equation is dou square psi by dou x square plus 2m by h cut square e minus v psi is equal to 0. Psi എന്ന് പറയുന്നത് എന്താ? ഇതിൽ psi എന്താ? Psi was the wave function. m എന്ന് പറയുന്ന mass of the particle. നമ്മുടെ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏത് പാർട്ടിക്കിൾ ആണോ അതിന്റെ മാസ്, എം ഈസ് ദ മാസ് ഓഫ് പാർട്ടിക്കിൾ, എച്ച് കട്ട് ഇസ് ദ റെഡ്യൂസ്ഡ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ഇ ഈസ് ദ എനർജി ഓഫ് പാർട്ടിക്കിൾ, വി വാട്ട് ഇസ് വി? വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഇൻ വിച്ച് ദിസ് പാർട്ടിക്കിൾ ഇസ് മൂവിങ്. ഈ ഒരു പാർട്ടിക്കിൾ ഒരു പൊട്ടൻഷ്യലിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. അതായത് ഇലക്ട്രോൺ ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്, അതൊരു ഇലക്ട്രിക് പൊട്ടൻഷ്യലിലൂടെ മൂവ് ചെയ്യുമ്പോൾ വി ക്യാൻ ബി പൊട്ടൻഷ്യൽ. നൗ we assume that V is 0 inside this box. അതായത് ഈ ബോക്സിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിൻ്റെ ഉള്ളിൽ assume that V is equal to 0. ഇതിനുള്ളിൽ V എന്താ? 0 ആണ്. ബിക്കോസ് ഇതാണ് വെൽ. ഞാൻ ഈ കാണിക്കുന്ന എൻ്റെ ആരോ മാർക്ക് പോകുന്ന സ്ഥലമാണ് വെൽ, സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ബോക്സ്. അറ്റ് ഗ്രൗണ്ട് V എന്താ? പൊട്ടൻഷ്യൽ 0 ആണെന്ന് അസ്യൂം ചെയ്യുന്നു, അല്ലെങ്കിൽ 0 ആണ്. ദാറ്റ് മീൻസ് അവർ ഇക്വേഷൻ ബിക്കം, സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷനിൽ V എന്തായി? V become 0. So in the now the equation become dou square psi by dou x square. Now the equation become dou square psi by dou x square plus v 0 ആയതുകൊണ്ട് തന്നെ 2me by h cut square psi. സോ ഇത് ഇത്രയും ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് കഴിഞ്ഞ് നമ്മളൊരു ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയുന്നു ഈ 2me by h cut square എന്ന് പറയുന്ന ടേം ഉണ്ടല്ലോ, ദിസ് ടേം 2me by h cut square let 2me by h square equal to k square. K square എന്ന് പറയുന്നത് വേറെ ഒരു വോയിസ് കിട്ടാറുണ്ട്. ഹലോ. So 2me by h square വരെ k square എന്നുള്ളൂ. So this equation becomes now dou square psi by dou x square plus 2me by h square ന് പകരം k square psi. And this is a general differential equation. ഇതെന്ന് പറയുന്ന ഒരു ജനറൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതിന്റെ സൊല്യൂഷനും നോൺ ആണ്. അതായത് ഇഫ് വി ഹാവ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ d square y by dx square plus some k square y equal to 0, ഇതൊരു ജനറൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇങ്ങനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉടനെ പറയാൻ പറ്റും ദ സൊല്യൂഷൻ is given as y sir audio cut ആവുന്നുണ്ട്. some kx plus d capital D sin cos kx. Wait. ഒന്ന് വെയിറ്റ് ചെയ്യാം, ഞാനൊന്ന് കണക്ഷൻ മാറ്റി കൊടുക്കുന്നുണ്ട് വൈഫൈ. ഇപ്പോൾ ഓഡിയോ ക്ലിയർ ആണോ? ഐ മീൻ ഇപ്പോൾ ഓഡിയോ പ്രസന്റേഷൻ ക്ലിയർ ആണോ? ഓക്കെ സർ. സോ ദിസ് ഈസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഒരു ഫോമുലർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ? സൈ. സൈ ആണല്ലോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറയുന്നത്, സൈയുടെ വേരിയേഷൻ ആണ്. സോ ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഇൻ ദ ഫോം a sin kx plus b cos kx.
അടുത്ത സെമ്മില് മാത്സിൽ വെക്ടർ കാൽക്കുലസും ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ അന്ന് നിങ്ങൾ പഠിക്കും എങ്ങനെയാണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഈ ഒരു ഫോമിലായതെന്ന്. സോ ഇന്ന് അതിനെക്കുറിച്ച് ആലോചിച്ച് തല പോയിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി ഇതൊരു ജനറൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതായത് ഉദാഹരണത്തിന് നമുക്ക് ax² + bx + c = 0 ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ? x = -b ± √b² - 4ac/2a അല്ലേ? അത് നമുക്കറിയാം. ഇതൊരു ജനറൽ എക്സ്പ്രഷൻ ആണ്. ഇതിന്റെ സൊല്യൂഷൻ ഇങ്ങനെയായിരിക്കും. ഇതിന്റെ പ്രൂഫ് ഒന്നും നമുക്ക് ആവശ്യമില്ല. സിമിലർലി നിങ്ങൾക്ക് മാത്സ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുമ്പോൾ സെംസിൽ പഠിക്കുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഹൗ the solution of this differential equation become this. So now assume that solution of this differential equation is psi of x = a sin kx plus b cos kx. ഇതിൽ a കോൺസ്റ്റന്റ് ആണ്, b കോൺസ്റ്റന്റ് ആണ്. k എന്ന് പറയുന്നത് എന്താ? k നമ്മൾ നേരത്തെ മുകളിലെടുത്ത k². k² = 2me/h². അതിലെ k² k ആണ് ഈ സൊല്യൂഷനിലുള്ള സ്മോൾ k. Now സോ നമുക്ക് എന്താ വേവ് ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ നമുക്ക് ഇനീഷ്യലായിട്ട് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. പക്ഷെ അത് പോരാ, ഈ എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഇതൊരു ആർബിട്രറി കോൺസ്റ്റന്റ് ആണ്. ഇതിന്റെ വാല്യൂ നമുക്കറിയില്ല. എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് എ ഇട്ടത്. സിമിലർലി ബി ഈസ് ഓൾസോ an ആർബിട്രറി കോൺസ്റ്റന്റ്. സോ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. ഫോർ ഫൈൻഡിങ് വാല്യൂ ഓഫ് എ ആൻഡ് ബി, എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി വി ആർ അപ്ലൈയിങ് സം ബൗണ്ടറി കണ്ടീഷൻസ്. For finding the value of a and b, we are applying some boundary conditions. So first boundary condition is psi = 0 at x = 0. ഞാൻ again ആ ഫിഗറിലേക്ക് പോവുകയാണ്. നമ്മുടെ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എവിടെയാണ്? ബോക്സിനുള്ളിലാണ്. അതായത് ഈ സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിനുള്ളിലാണ് നമ്മുടെ പാർട്ടിക്കിൾ ഉള്ളത്. പാർട്ടിക്കിൾ സ്റ്റേ ഇൻസൈഡ് ദിസ് ബോക്സ്. പാർട്ടിക്കിൾ ഈ ബോക്സിന് പുറത്തും പാർട്ടിക്കിൾ ഇല്ല. അതായത് ഈ സൈഡിലൊന്നും പാർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് ബോക്സിനുള്ളിലാണ്. സോ അറ്റ് x = 0, x = 0 ഈ എഡ്ജിൽ അല്ലെങ്കിൽ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമുക്ക് എന്താ പറയും? പാർട്ടിക്കിൾ ഇല്ല. x = 0 കഴിഞ്ഞ് അടുത്ത പോയിന്റ് മുതലാണ് എന്ത്? പാർട്ടിക്കിൾ ഉള്ള സ്പേസ് തുടങ്ങുന്നത്. സിമിലർലി x = L, ആ ഒരു സ്പേസിലും ദർ ഇസ് നോ പാർട്ടിക്കിൾ. അതിന് തൊട്ട് മുമ്പ് വരെയാണ് പാർട്ടിക്കിളിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് അനുവദിച്ചിരിക്കുന്നത് ഇൻസൈഡ് ദിസ് ബോക്സ്. സോ വി ക്യാൻ സേ psi = 0 at x = 0. psi എന്ന് പറയുന്നത് എന്താ? വേവ് ഫംഗ്ഷൻ. പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. സോ പാർട്ടിക്കിൾ ഒരു പോയിന്റിൽ അബ്സെന്റ് ആണ്, പ്രസന്റ് അല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിൽ psi എന്ന് പറയുന്ന ഫംഗ്ഷനും 0 ആയിരിക്കും. ബിക്കോസ് psi റെപ്രസെന്റ്സ് ദ പാർട്ടിക്കിൾ. psi ആണ് പാർട്ടിക്കിളിന്റെ പൊസിഷൻ അല്ല, എല്ലാ പ്രോപ്പർട്ടീസും റെപ്രസെന്റ് ചെയ്യുന്നു. സോ വെൻ x = 0, psi = 0, ദിസ് പാർട്ടിക്കിൾ ഈസ് നോട്ട് പ്രസന്റ് ഹിയർ. സിമിലർലി അറ്റ് x = L, psi is 0. x = L എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിൽ എന്താ? പാർട്ടിക്കിൾ പ്രസന്റ് അല്ല, പാർട്ടിക്കിൾ ഇവിടെയാണ് പ്രസന്റ് ആയിരിക്കുന്നത്. സോ വി ക്യാൻ സേ psi = 0 at x = L ഓൾസോ. ദീസ് ആർ ടു ബൗണ്ടറി കണ്ടീഷൻ. ഇത് രണ്ടെണ്ണമാണ് രണ്ട് ബൗണ്ടറി കണ്ടീഷൻ. ഈ രണ്ട് ബൗണ്ടറി കണ്ടീഷനും നമ്മൾ കണ്ടുപിടിച്ച സൊല്യൂഷനിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. വി ആർ അപ്ലൈയിങ് ദ സൊല്യൂഷൻ. വി ആർ അപ്ലൈയിങ് അവർ ബൗണ്ടറി കണ്ടീഷൻസ് ഇൻ സൊല്യൂഷൻ. ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷൻ psi is equal to 0 at x = 0. സോ നമ്മുടെ ഇക്വേഷൻ എന്താവും? psi of x = a sin kx plus b cos kx എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ psi 0 ആണ് പറഞ്ഞത്. ദാറ്റ് മീൻസ് 0 എപ്പോൾ x 0 ആവുന്ന സമയത്ത്. psi എപ്പോഴാണ് 0 ആവുന്നത്? x = 0. സോ a sin k × 0 sin 0 k × 0 0 plus b cos k × 0 അല്ലെ b cos 0. Now what is sin 0? എന്താ sin 0 എന്താണ്? What is sin 0? ഷിബിലുണ്ടോ ക്ലാസ്സിൽ? ഷിബില് ഇല്ല, ഷിബിലി ഇല്ല. ഓക്കെ, ആശംസ് ഉണ്ടോ ക്ലാസ്സിൽ? ആശംസ് ക്ലാസ്സിലുണ്ടോ? സോ ഷിബിലി അബ്സൻ. സാർ ഉണ്ട് സാർ, ആശംസുണ്ട്. ഹലോ ഹലോ സാറേ, സാറേ. ഞാനുണ്ട്. ഓ അത് ശരി. ഓക്കെ, അബ്സെന്റ് പറയുമ്പോൾ നിങ്ങളെല്ലാം ഉണ്ട്. അല്ല സാർ, റേഞ്ചിന് പ്രശ്നം സാറേ. ആ sin 0 വാല്യൂ sin 0 0
0. അത്രേ ഉള്ളൂ. സോ സൈൻ 0 ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് നമുക്ക് ഈ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? 0 ഈസ് ഈക്വൽ ടു a into sin 0. That means a into 0. That is 0 plus b into cos 0. What is cos 0? What is cos 0? Anulal, what is cos 0? 1. 1. So plus b into cos 0, അല്ലെങ്കിൽ b into 1, that is b. That implies, so 0 plus 0 equal to 0 plus b, that means b equal to 0. അതിൻ്റെ അർത്ഥം എന്താ? b equal to 0. b 0 ആണ്. അപ്പൊ നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെ വന്നു? b 0 ആണ്. സോ നമ്മൾ നൗ അവർ എക്സ്പ്രഷൻ, ഇപ്പൊ നമ്മുടെ വേവ് ഫംഗ്ഷന് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ എങ്ങനെ റെഡ്യൂസ് ചെയ്തു? നൗ ദ ഫംഗ്ഷൻ റെഡ്യൂസസ് ടു psi x equal to a sin kx. നേരത്തെ എന്താ ഇവിടെ ഉണ്ടായിരുന്നു? നേരത്തെ ഒരു b cos kx ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? b എന്ന് പറയുന്നത് 0 ആണ്. സോ ഈ ടേം വാനിഷ് ചെയ്തു പോയി. നൗ psi of x equal to reduced to a sin kx. സോ ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷൻ യൂസ് ചെയ്തു. നമ്മുടെ മാത്തമാറ്റിക്കൽ വേവ് ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷനെ ഒന്ന് റെഡ്യൂസ് ചെയ്തു. നൗ വി ആർ അപ്ലൈയിങ് അവർ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ. നമ്മൾ രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ, സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. സോ വെൻ അപ്ലൈയിങ് സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ, ദാറ്റ് മീൻസ് വാട്ട് ഈസ് സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ? ദാറ്റ് മീൻസ് അഗെയിൻ ലുക്ക് അറ്റ് ദിസ് ഫിഗർ. Look at the figure of square well potential. At secondary boundary condition is psi, or the wave function is 0 at x equal to L, because at this point no particle is present. Particle is present inside this box. Particle box in ഉള്ളിലാണ് present ആയിരിക്കുന്നത്. So we can write psi equal to 0 at x equal to L. So applying this boundary condition, psi equal to 0 at x equal to L. So psi equal to 0, when psi is equal to 0, put the function. So we have already derived a function for wave function. So put psi equal to 0 here, a sin kx. For instead of x, psi of x equal to a sin kx. Now psi is equal to 0, put x equal to L. So our expression becomes 0 is equal to a sin kl. When 0 is equal to a sin kl, that means sin kl should be 0. If this equation to be satisfied, sin kl should be 0. ഈ equation satisfy ചെയ്യണമെങ്കിൽ എന്താ? sin kl 0 ആയിരിക്കണം. So when did sin kl is equal to 0? ഷഹബാസ്, sin kl 0 ആവുന്ന എപ്പോഴാണ്? When did sin kl become 0? Shahbaz, what is the value of kl? I'm asking what is the value of kl when sin kl is equal to 0? Sin kl 0 ആവണമെങ്കിൽ kl ന്റെ വാല്യൂ അതാണ് ചോദിക്കുന്നത്. ഷഹബാസ്, yeah, sin kl is equal to 0. One of the option is 0. The kl is 0. Yes, you are right. Kl is equal to 0. But when kl is equal to pi 180, then what is the value of sin pi? Sin 180. What is the value of sin pi? Nadana TV. Sin 180. What is sin 180 or sin pi? 0. 0. Similarly, when kl is equal to 2 pi, what is the value of sin 360 degree or sin 2 pi? It is also 0. That means when kl is equal to n pi, an integer value n pi, then we can say, yeah, this expression is right. Sin kl is equal to 0. So kl is equal to n pi is the solution of this equation. Equation satisfy ചെയ്യണമെങ്കിൽ sin kl 0 ആവണം. അതിൻ്റെ അർത്ഥം എന്താ? kl should be kl n pi ആണ്, or k, or the constant k is now n pi by l. So our constant k should be n pi by l. Now we get an expression for k. So നമ്മുടെ wave functionന്റെ mathematical expression മറ്റൊരു റിഡക്ഷൻ കൂടി സംഭവിച്ചു. Now we got an expression for what is this k. So now we can write our wave function as psi of x equal to a sin k. Instead of k, we can write n pi by l. k ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? n pi by l. So n
pi by L into x. So our wave function get reduces to form psi of x equal to a sine n pi by L x. So ഇത്രയാണ് ഡെറിവേഷൻ ഉള്ളത്. സോ ടെക്സ്റ്റ് പേജ് നമ്പർ 134 ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾ നോട്ടുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. 2 മിനിറ്റ് വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. So initially we said that we are representing a particle in a box. അതൊരു ബോക്സിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട ഒരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഇലക്ട്രോൺ പോലുള്ള ഒരു സബ് ആറ്റോമിക് പാർട്ടിക്കിൾ, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതായത് അതിൻ്റെ എനർജി, അതിൻ്റെ മൊമെൻറ്റം, അതുപോലുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ, നമുക്ക് അവൈലബിൾ ആയ ഒരേ ഒരു ഫണ്ടമെൻ്റൽ ഇക്വേഷൻ ഏതാണ്? ഇറ്റ് ഈസ് സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പറയുന്നു നമ്മുടെ പാർട്ടിക്കിളിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈ ആണെന്ന് പറയുന്നു. സോ നമ്മളിപ്പോൾ ചെയ്യുന്ന എന്താ? ഈ സൈക്കൊരു ഫംഗ്ഷൻ, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വാലിഡ് ആയ ഒരു ഫംഗ്ഷനെ ഡിറൈവ് ചെയ്തെടുക്കുകയാണ്. അതിനെക്കുറിച്ച് മനസ്സിലാവും. സോ നമ്മൾ പറയുന്നു സൈ ആണ് ഈ പാർട്ടിക്കിളിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ സൈ എന്ന വേവ് ഫംഗ്ഷൻ്റെ വേരിയേഷൻ പ്രഡിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വേരിയേഷൻ പ്രസൻറ്റ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ ഇക്വേഷൻ എന്താ? സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ ആണ്. ടൈം ഇൻഡിപെൻഡൻറ്റ് സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് കിട്ടും. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് സൈ, നമ്മുടെ വേവ് ഫംഗ്ഷൻ. സോ ഒരു സൊല്യൂഷൻ കിട്ടി, പക്ഷെ അതൊരു ജനറൽ ഫോമാണ്. അതിൽ കുറേ കോൺസ്റ്റൻസ് ഉണ്ട്. ദർ ആർ മെനി കോൺസ്റ്റൻസ് എ ആൻഡ് ബി. സോ ഈ എയും ബിയും ഈൽഡ് ചെയ്യാൻ വേണ്ടി, കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നു. ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷൻ സൈ ഈക്വൽ ടു 0 അറ്റ് എക്സ് ഈക്വൽ ടു 0. രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ സൈ ഈക്വൽ ടു 0 അറ്റ് എക്സ് ഈക്വൽ ടു എൽ. രണ്ട് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എന്ത് കിട്ടി? സൈ ഓഫ് എക്സ് ഈക്വൽ ടു എ സൈൻ എൻ പൈ എ ബൈ എൽ എക്സ്. സോ നമ്മുടെ വേവ് ഫംഗ്ഷന് ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമുക്ക് കിട്ടി, എ സൈൻ എൻ പൈ ബൈ എൽ എക്സ്. നൗ എ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ? ഇഫ് വി ട്രൈ ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ, then we will see that എ എന്ന ഫംഗ്ഷന് നമ്മൾ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അടിയിൽ വാല്യൂ കണ്ടുപിടിക്കും. നാളത്തെ ക്ലാസ്സിൽ, ഓഫ്ലൈൻ ക്ലാസ്സിൽ വരുമ്പോൾ വാല്യൂ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. സോ സൈ ഓഫ് എക്സ് ഈക്വൽ ടു എയുടെ വാല്യൂ വി വിൽ കമ്പ്യൂട്ട് ഓർ വി വിൽ ഡിറൈവ് ദ വാല്യൂ ഓഫ് എ എസ് √2/L. സോ നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്തായി? വേവ് ഫംഗ്ഷൻ ബിക്കംസ് √2/L സൈൻ n pi by L x. So നമുക്ക് എന്ത് കിട്ടി? Now we got an expression which representing a particle in a box, ഒരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിൽ അല്ലെങ്കിൽ ഒരു ബോക്സിൽ, 1 ഡയമെൻഷണൽ ബോക്സിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട ഒരു പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ ആണിത്. എന്തിൻ്റെയൊക്കെ ടേംസിലാണ്? എൽ. എൽ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് എൽ? എൽ എന്തായിരുന്നു? എൽ ഈസ് ദ ലെങ്ത് ഓഫ് ദിസ് ബോക്സ്. എൽ എന്ന് പറയുന്ന ലെങ്ത് ഓഫ് ദിസ് ബോക്സ് ആയിരുന്നു. ഈ ബോക്സിന് 1 ഡയമെൻഷണൽ ബോക്സ് ആണ്. സോ ഇതിന് സിംഗിൾ ലെങ്ത് മാത്രമേ ഉള്ളൂ. എൽ വാസ് ദ ലെങ്ത് ഓഫ് ദിസ് ബോക്സ്. പാർട്ടിക്കിളിന് മൂവ് ചെയ്യാൻ പറ്റിയ ലെങ്ത് ആണ് എൽ.
Now what is and n is equal to integer number 1, 2, 3. n എന്ന് പറയുന്നത് integers ആണ് 1, 2, 3 and x is the position. സോ അവസാനമായിട്ട് നമ്മൾ വേറൊരു കാര്യം കൂടി ചെയ്യുന്നു, എനർജി ഐഗൻ വാല്യൂസ്. സോ നമ്മൾ മുകളിലത്തെ ഫ്രം അവർ പ്രീവിയസ് ഡെറിവേഷൻ അല്ലെങ്കിൽ ഫ്രം ദ എബവ് ഡെറിവേഷൻ കെക്ക് എന്താ നമുക്ക് വാല്യൂ കിട്ടിയത്? നമ്മൾ ഡെറൈവ് ചെയ്ത് വരുമ്പം നിങ്ങളൊന്നിവിടെ ശ്രദ്ധിക്കുക. ദാറ്റ് മീൻസ് കഴിഞ്ഞ ഡെറിവേഷനിൽ ഒന്ന് നോക്കുക. ഇവിടെ എന്താ സൈൻ കെ എൽ ഈസ് ഈക്വൽ ടു 0 ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത് കെ എൽ എൻ പൈ എന്ന് പറഞ്ഞത്. സോ വെൻ സൈൻ കെ എൽ ഈസ് ഈക്വൽ ടു 0, when sin kl is equal to 0 ആയതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു? sin kl 0 ആവണമെങ്കിൽ the only condition is kl should be n pi. So from this derivation we write that k is equal to n pi by l. ഇതിൽ നമ്മൾ എന്ത് എഴുതി? k എന്ന് പറയുന്നത് n pi by l ആണെന്ന് എഴുതി. So if k is equal to n pi by l, then what is k square? K square എന്ന് പറഞ്ഞാൽ എന്താ? n square pi square by l square. This is some equation 7 എന്ന് എഴുതി വെക്കുക. Now what was k square at the initial point? നമ്മൾ ആദ്യം എന്തായിരുന്നു k square എന്നെടുത്തത്? എന്തായിരുന്നു ഓർമ്മയുണ്ടോ? ഡെറിവേഷന്റെ ആദ്യ ഭാഗത്ത് ടെക്സ്റ്റിലെ സം ഇക്വേഷൻ നമ്പർ 17, ടെക്സ്റ്റ് ബുക്കിലെ ഇക്വേഷൻ നമ്പർ 17 ആദ്യം ഫ്രം ദി സ്റ്റാർട്ടിംഗ് ഓഫ് ഡെറിവേഷൻ k square was 2me by h cut square. k square നമ്മൾ എന്താന്ന് എടുത്തത്? 2me by h cut square എന്ന് എടുത്തത്. Now write that here k square is equal to 2me by h cut square. So from equation 7 k square എന്ന് പറയുന്നത് n square pi square by l square. From equation 8 k square is equal to 2me by h cut square. രണ്ട് ഇക്വേഷനും equate ചെയ്യാം. equation 7 equal to equation 8. So 2m k square is equal to k square. That means 2me by h cut square is equal to n square pi square by l square. Or we can write, so ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. 2m അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. h cut square ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. So the energy is given as E എന്ന് പറയുന്നത് എന്താ? എനർജി ആയിരുന്നു. So energy is given as n square pi square h cut square divided by 2ml square. നമുക്കറിയാം this is the energy, and we also know that h cut is equal to h by 2 pi. h cut എന്ന് പറയുന്നത് h by 2 pi. Then if h cut is h by 2 pi, h cut square എന്താ? h by 2 pi whole square. That is equal to h square by 2 pi whole square 4 pi square. So ഇതെന്ത് ചെയ്യാം? ഇത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക h cut square-ന്. So energy is En is equal to given as n square pi square into h cut square-ന് പകരം h square by 4 pi square divided by 8 2ml square. Now that means En is equal to pi square-ഉം pi square-ഉം കട്ടാവും. ഡിനോമിനേറ്ററിലുള്ള 4 എന്ത് ചെയ്യും? ഈ ഡിനോമിനേറ്ററിലേക്ക് എത്തും. ദാറ്റ് മീൻസ് 2 into 4 8 ആവും. സോ എനർജി En is given as n square h square by 8ml square. And this is an important equation or a formula which gives us the energy of particle inside a box. ഒരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ട്രാപ്പ് ചെയ്യപ്പെട്ട പാർട്ടിക്കിളിന്റെ എനർജിയാണിത്. ഈസ് ഗിവൺ as ബോക്സ് ചെയ്യണ്ട. ഓക്കെ, സോ n is equal to n square h square by 8ml square. സോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ കെ ഡെറിവേഷൻ ചെയ്യുന്നതിനിടയ്ക്ക് കെ എൽ ഈസ് ഈക്വൽ എൻ പൈ, കെ എന്ന് പറയുന്നത് എൻ പൈ ബൈ എൽ ആണ്. കെ സ്ക്വയർ ചെയ്തു.
സിമിലർലി ഡെറിവേഷൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കെ സ്ക്വയർ ഈസ് ഇക്വൽ ടു എം ഇ ബൈ എച്ച് കട്ട് സ്ക്വയർ. സോ ഈ രണ്ട് കെ സ്ക്വയറും ഇക്വേറ്റിംഗ് ടു കെ സ്ക്വയർസ് വി ഗെറ്റ് എന്ത് ചെയ്തു, ഇത് ജസ്റ്റ് ഒരു റീഅറേഞ്ച്മെന്റ് നടത്തി. സോ എച്ച് കട്ട് സ്ക്വയറിന്റെ ടേംസിൽ എനർജി കിട്ടി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഈ എച്ച് കട്ട് എന്ന് പറയുന്നത് h/2π ആണ്. അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പം വി ഗെറ്റ് ദാറ്റ് എനർജി ഓഫ് എ particle inside a square well potential is given as n square h square by 8 ml square. What is n? n എന്ന് പറഞ്ഞാൽ എന്താ? n is the quantum number. n is equal to 1, 2, 3. What is m? m is the mass of particle. സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിൽ ട്രാപ്ഡ് ആയിരിക്കുന്ന പാർട്ടിക്കിളിന്റെ മാസ് ആണ് m. If a particle is trapped in a square well potential, mass ആണ് m. What is L? L എന്ന് പറഞ്ഞാൽ എന്താ? അത് ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്ന ബോക്സിന്റെ അല്ലെങ്കിൽ സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിന്റെ ഡയമെൻഷൻ ഓർ വിഡ്ത്ത് ഈസ് ഗിവൺ as L. ആൻഡ് ദിസ് ഓൾസോ ഗിവ്സ് us an important point. ഈ ഒരു എക്സ്പ്രഷൻ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മളോട് പറയുന്നുണ്ട്. എനർജി ഓഫ് എ പാർട്ടിക്കിൾ ട്രാപ്ഡ് ഇൻസൈഡ് എ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ഈസ് ക്വാണ്ടൈസ്ഡ്. ഏതൊരു എനർജിയും ഈ ഒരു പാർട്ടിക്കിളിന് പൊസസ് ചെയ്യാൻ പറ്റില്ല. ഇതിന് പൊസസ് ചെയ്യാൻ പറ്റുന്ന എനർജി എന്താ? n1 കൊടുക്കുക. പുട്ട് n ഈസ് ഈക്വൽ ടു 1. സോ E1 ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ അല്ലെങ്കിൽ h കട്ട് സ്ക്വയർ ബൈ 8 ml സ്ക്വയർ. വാട്ട് ഈസ് E2? E2 എന്ന് പറയുന്നത് എന്താ? n-ന് 2 കൊടുക്കാം. പുട്ട് n ഈസ് ഈക്വൽ ടു 2 E2. സോ n സ്ക്വയർ 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4h സ്ക്വയർ ബൈ 8 ml സ്ക്വയർ. സിമിലർലി പുട്ട് n ഈസ് ഈക്വൽ ടു 3 E3 ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ. n 3 കൊടുക്കുമ്പോൾ 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9h സ്ക്വയർ ബൈ 8 ml സ്ക്വയർ. സോ ഇങ്ങനെ ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ള ചില സർട്ടൈൻ ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ് മാത്രമേ ഈ ഒരു ഇലക്ട്രോണിന് അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിക്കിളിന് പൊസസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓൺലി സർട്ടൈൻ എനർജി ലെവൽസ് ക്യാൻ ബി പൊസസ്ഡ് ബൈ ദിസ് ഇലക്ട്രോൺ ഓർ ദിസ് പാർട്ടിക്കിൾ. ഓർ വി ക്യാൻ സേ എനർജി ഈസ് ക്വാണ്ടൈസ്ഡ്. എനർജി എന്ന് പറയുന്നത് എന്താ? പാക്കറ്റ് സൈസ് ആണ് അല്ലെങ്കിൽ എനർജി ക്വാണ്ടൈസ്ഡ് ആണ്. സം ക്വാണ്ടാസ് ഓഫ് എനർജി, ഒരു h സ്ക്വയർ ബൈ 8 ml സ്ക്വയർ അല്ലെങ്കിൽ 4h സ്ക്വയർ ബൈ 8 ml സ്ക്വയർ, ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു എനർജി ലെവലിലെ ഇലക്ട്രോണിന് സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു 1.5h സ്ക്വയർ ബൈ 8 ml സ്ക്വയർ അല്ലെങ്കിൽ സം 2.5 h സ്ക്വയർ ബൈ 8 ml സ്ക്വയർ, അത് പറ്റില്ല. ബിക്കോസ് എനർജി ഈസ് നോട്ട് കണ്ടിന്യൂസ്. നമ്മൾ സാധാരണ റിയൽ ലൈഫിൽ കാണുന്ന ഒരു ഒബ്ജക്റ്റിന്റെ പോലെ ഏതൊരു എനർജിയും അക്സെപ്റ്റ് ചെയ്യാനും എമിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഏതൊരു എനർജി ലെവലിലും സ്റ്റേ ചെയ്യാനും ഈ ഒരു പാർട്ടിക്കിളിന് പറ്റില്ല. ബിക്കോസ് ദിസ് ഈസ് എ ക്വാണ്ടം പാർട്ടിക്കിൾ വിച്ച് ഒബേസ് ദ ലോസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. അത് ആ ലോസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് ആൻഡ് സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ യൂസ് ചെയ്ത് ഡിറൈവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് എന്ത്? എനർജി ഈസ് ഈക്വൽ ടു n സ്ക്വയർ h സ്ക്വയർ ബൈ 8 ml സ്ക്വയർ. സോ ഇവിടെ ഒരു n എന്ന് പറയുന്നത് എന്താ? n ഈസ് ദ ക്വാണ്ടം നമ്പർ. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ആറ്റോമിക് ഫിസിക്സിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പോയിന്റ് ആണ്. കാരണം പല ആറ്റത്തിന്റെ കേസിലും ഇലക്ട്രോൺ ഒരു ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ബൗണ്ടഡ് ആണ്. ബിക്കോസ് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ ഒരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ, കമ്പയറബിളി ഒരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ആണ്. ദിസ് ഈസ് വൈ, ഈ ഒരു കാരണം കൊണ്ടാണ് ഇലക്ട്രോൺ ഒരു ന്യൂക്ലിയസിന് ചുറ്റുന്ന അല്ലെങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ സെർട്ടൈൻ എനർജി ലെവൽസ് മാത്രം. എന്തുകൊണ്ടാണ് ആറ്റോമിക് ഫിസിക്സ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഹൈസ്കൂൾ ഫിസിക്സ് +2 പഠിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ബോർ മോഡലിൽ ഇലക്ട്രോണിന് ചില എനർജി ലെവലിൽ മാത്രമേ നിൽക്കാൻ പറ്റൂ? വാട്ട് ഈസ് ദ റീസൺ? ദിസ് ഈസ് ദ റീസൺ. ബിക്കോസ് എനർജി ഈസ് ക്വാണ്ടൈസ്ഡ്. ഒരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിന്റെ കേസിൽ പോലും ഒരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട പാർട്ടിക്കിളിന്റെ എനർജി പോലും എന്താ? ക്വാണ്ടൈസ്ഡ് ആണ്. ചില എനർജി ലെവൽസ് മാത്രമേ അക്വയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഒരു ന്യൂക്ലിയർ പൊട്ടൻഷ്യലിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട ഇലക്ട്രോണിന്റെ കേസിൽ എന്താ? അതിനേക്കാൾ ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. സോ ഇതിനെ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ഇംപ്ലിക്കേഷൻസ് ആൻഡ് അപ്ലിക്കേഷൻസ് ഉള്ള ഒരു ഫീൽഡാണ്. സോ നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കിയിരിക്കുക. ക്വാണ്ടം മെക്കാനിക്സ് എന്ന പേര് വരാൻ കാരണം എന്താണ്? ബിക്കോസ് നമ്മളിങ്ങനെ പല കേസുകൾ എടുക്കും. ഒരു പാർട്ടിക്കിളിന്റെ കേസ് എടുത്തു, അങ്ങനെ പല സിറ്റുവേഷൻസ് എടുക്കുമ്പോൾ എനർജി അല്ലെങ്കിൽ മറ്റു പല ക്വാണ്ടിറ്റീസും എന്താ? ക്വാണ്ടൈസ്ഡ് ആണ്, കണ്ടിന്യൂസ് അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഈ എക്സ്പ്രഷൻ En ഈസ് ഈക്വൽ ടു nth എനർജി ലെവൽ, വാട്ട് ഈസ് ദ En ഈസ് ഈക്വൽ ടു n സ്ക്വയർ h സ്ക്വയർ ബൈ 8 ml സ്ക്വയർ. ഈക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈക്വേഷൻ വെച്ച് ഈ ഫോർമുല വെച്ച് ഒരുപാട് പ്രോബ്ലംസ് എക്സാമിന് ചോദിക്കും. നമുക്കൊരു റെമഡിയൽ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു ട്യൂട്ടോറിയൽ ക്ലാസ്സിൽ ഇതിനെ റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഇനി നാളെ ഇപ്പം നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായെന്ന് എനിക്കറിയില്ല. സോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്, സോ ഓൺലൈൻ ക്ലാസ് ആണ്, അതിന്റെ എഫക്റ്റീവ്നെസ് എത്രത്തോളം നിങ്ങൾക്കറിയാം. സോ നിങ്ങൾ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങൾ വെറുതെ ഇരുന്നൊരു സിനിമ കാണുന്ന ലാഘവത്തോടെ കാണരുത്. ടെക്സ്റ്റ് ഫോളോ ചെയ്യുക, നോട്ട് എഴുതിയെടുക്കുക, ക്ലാസ് കഴിഞ്ഞിട്ട് ഇത് വായിച്ചു നോക്കുക, മനസ്സിലാവാത്ത പോർഷൻ പേഴ്സണലി ചോദിക്കുക. അല്ലാതെ ഇത് മനസ്സിലാവുന്നില്ല നിങ്ങൾ പ്ലെയിൻ ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളും കൂടി വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ.
സോ ഓക്കെ. സോ നിങ്ങൾ അറ്റൻഡൻസ് പറഞ്ഞു. 1, 2, 5, 6, 7, 8,